വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മൾ ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വൈകുന്നേരം ഇരുട്ടി തുടങ്ങുന്ന ടൈമുണ്ട്. അതായത് ഇരുട്ട് നന്നായിട്ട് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടില്ല, എന്നാൽ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം റോഡിൽ വെട്ടവും ഉണ്ട്. അത് ഏകദേശം ഒരു 6:30-7 മണിയോടുകൂടി ഏകദേശം അതിനോടടുത്ത് വരുന്ന ഒരു സമയം. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈമിങ്ങിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡുണ്ട്. നമ്മളുടെ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ നമ്മളുടെ പാർക്ക് ലൈറ്റൊക്കെ നമ്മൾ എങ്ങനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യണം, ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലെ ഈ ടോപ്പ് ലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ റൂഫ് ലൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റീഡിംഗ് ലൈറ്റ് എന്നൊക്കെ പറയുന്ന ഈ ലൈറ്റ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഓഫ് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി ഞാൻ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളെ ഞാൻ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ടും പറഞ്ഞുതരാം. വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നമുക്കത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലിവർ കാണാം. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഈ ലിവറിൽ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഹൈ ബീം, അതായത് ഹെഡ്ലൈറ്റിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ പാർക്കിംഗ് ലൈറ്റിൻ്റെ പ്രവർത്തനത്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കിത് ഹെഡ്ലൈറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് തിരിക്കുക. അപ്പോൾ പാർക്കിലേക്ക് വരും. വീണ്ടും ഒന്നും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് തെളിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഹൈ ബീം, അതായത് ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ ലിവറെ ജസ്റ്റ് പിടിച്ചിട്ട് മേളിലേക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്ലൂ ലൈറ്റ് കിടും. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഡിം മോഡിലേക്കാണ്. അതായത് നമ്മുടെ റോഡിൻ്റെ താഴ്ഭാഗത്തേക്കാണ് ഇപ്പം വെട്ടം വന്നേക്കുന്നത്. നമ്മൾ നേരെ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഒന്ന് ഈ ലിവർ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ് മോഡിലേക്ക് വന്നു. ഓക്കെ, ബ്രൈറ്റ് മോഡിലേക്ക് നമ്മൾ ഇട്ട് ഡ്രൈവ് ചെയ്യരുത്. ഡ്രൈവ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓപ്പോസിറ്റ് വാഹനങ്ങളില്ല, നല്ല വെട്ടമില്ലായ്മ ഉള്ള സാഹചര്യങ്ങളിൽ, ഓപ്പോസിറ്റ് വാഹനമില്ലാത്ത ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് ബ്രൈറ്റ് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡിം മോഡാണ് നല്ലത്. കാരണം സിറ്റിയിലൊക്കെ ഓൾറെഡി തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രൈറ്റ് മോഡിൽ പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഇരുട്ടി തുടങ്ങുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പാർക്ക് മോഡിലേക്ക് ഇടുക. അതായത് ഇത് ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ മീറ്റർ കൺസോളിലെ ലൈറ്റൊക്കെ തെളിയും. ഓക്കെ, അപ്പോൾ ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് 2 ഭാഗത്തെ ലൈറ്റും ബാക്ക് സൈഡിലെ 2 ഭാഗത്തെ ലൈറ്റും പാർക്ക് മോഡ് പോലെ, അതായത് ചെറിയൊരു വെട്ടം നമുക്ക് കാണാനായിട്ട് ഇത്തരത്തിലൊരു വണ്ടി വരുന്നുണ്ടെന്ന് നമുക്ക് അറിയിക്കാൻ കഴിയും. കാരണം ഇരുട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. ഓൾറെഡി റോഡിൽ ഒരുപാട് ഇരുട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഈ മോഡിലേക്ക് ഇട്ടിട്ട് ആദ്യം ഡ്രൈവ് ചെയ്യാം. ആദ്യം ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ തുടങ്ങുക. ഓക്കെ, ഇനി ഇരുട്ടാകുന്നതിനനുസരിച്ച് നമ്മൾ വെട്ടത്തിലേക്ക് വന്നാൽ മതി. ഓക്കെ, ചെറിയ ഇരുട്ടിലേക്ക് വരുന്ന സാഹചര്യങ്ങളിൽ അത് വേണ്ട. ഇങ്ങനെ നമ്മൾ ഇടുന്നു. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് റോഡിലൊക്കെ നിങ്ങൾ നോക്കുക, വെട്ടവും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ പാർക്ക് മോഡിലേക്കാണ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു വണ്ടി വരുന്നുണ്ടെന്ന് ഏതൊരു വാഹനത്തിനും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒട്ടുമിക്ക ഡ്രൈവർമാർ ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവരിത് കൃത്യമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പാർക്ക് മോഡിലേക്ക് ഇട്ട് നമ്മൾ ഡ്രൈവിംഗ് ആരംഭിക്കുക. ഓക്കെ, അതിനുശേഷം മാത്രമേ പിന്നെ വെട്ടം തീർത്തും കുറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മളിത് ബ്രൈറ്റ് മോഡിലേക്ക് ആക്കണം. ബ്രൈറ്റ് മോഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചെറിയ ഒരു ഇരുളുമയാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യുക? ബ്രൈറ്റ് മാറ്റിയിട്ട് ഡിം പൊസിഷനിലേക്ക് ആക്കുക. അതായത് റോഡിന് താഴോട്ട് വെട്ടം കിട്ടുന്ന ആ ഒരു പൊസിഷനിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഡ്രൈവിംഗ് ആരംഭിക്കുക. ഓക്കെ, ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഇരുട്ട് ആയി തുടങ്ങി, നന്നായിട്ട് ഇരുട്ട് കയറി തുടങ്ങുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ബ്രൈറ്റ് മോഡിലേക്ക് ആക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ബ്രൈറ്റ് മോഡിലേക്ക് ഇട്ടു. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ അത്യാവശ്യം റോഡിൽ വെട്ടമുണ്ട്. ഇപ്പം ഞാൻ ബ്രൈറ്റ് ഇടേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പം നല്ല ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ് മോഡ് മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഡിം മോഡിലേക്ക് ഇട്ട് ഡ്രൈവ് ചെയ്യുക. തീർത്തും വെട്ടം നമുക്ക് അത്യാവശ്യം ഉണ്ട്, എന്നാൽ ചെറിയ ഒരു ഇരുളിമയുള്ളെങ്കിൽ ആദ്യം പാർക്ക് മോഡിലിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് ഒട്ടുമിക്ക സമയത്തും പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്.
ഇപ്പം നമ്മുടെ ഈ ആൾട്ടോ 800 ലൈറ്റിൻ്റെ ഒരു വെട്ടം നിങ്ങൾ നോക്കിയാൽ ഡിം മോഡിലാണ് ഞാൻ പോകുന്നത്. പക്ഷെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ വരുന്നത് ബ്രൈറ്റ് മോഡിലാണെന്ന് അവർ തെറ്റിദ്ധരിക്കപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ വണ്ടിയുടെ വെട്ടം നമ്മൾ ഡിമ്മും ബ്രൈറ്റും ചെയ്ത് കൊടുക്കുന്നില്ല. അതായത് നമ്മൾ ഡിമ്മിലാണ് ഇട്ട് വരുന്നത്, അവർ ചിന്തിക്കുന്നത് ബ്രൈറ്റിലാണെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ബ്രൈറ്റ് മോഡിലേക്ക് ഇടുകയും നമ്മുടെ കണ്ണിലേക്ക് വെട്ടം അടിക്കുകയും ചെയ്യും. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വണ്ടി നമുക്ക് നൈറ്റിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓപ്പോസിറ്റ് ഒരു വണ്ടികളില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ബ്രൈറ്റ് മോഡിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇട്ട് കൊടുത്ത് ഡ്രൈവ് ചെയ്യുക. ഓപ്പോസിറ്റ് ഒരു വണ്ടി കാണുന്ന സമയത്ത് മാത്രം ഡിമ്മും ബ്രൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം കൃത്യമായിട്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് അത് മനസ്സിലാകും, ഞാൻ വരുന്നത് ബ്രൈറ്റ് മോഡിലാണ്, ഞാൻ ഡിം ചെയ്ത് തന്നു എന്നവർക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. പക്ഷേ നമ്മൾ ആദ്യം വരുന്ന ഡിം മോഡിൽ തന്നെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ, ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു വണ്ടി വരുവാണ്, ഞാനിപ്പോൾ ഡിം മോഡിലാണ് ഇട്ട് വരുന്നത്, ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു വണ്ടി വരുന്ന സമയത്ത് ഞാൻ ഡിം മോഡിൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ പോകുമ്പോൾ അവർ ഓർക്കുന്നത് എന്താണ്, ഞാൻ വരുന്നത് ബ്രൈറ്റിലാണ്, എൻ്റെ അവരുടെ മുഖത്ത് അവരുടെ കണ്ണിലേക്ക് വെട്ടം അടിക്കുന്നു. ഇപ്പോൾ അവർ ചിന്തിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പരമാവധി ബ്രൈറ്റ് മോഡിലേക്ക് വന്നിട്ട് ഡിം ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർക്കത് കൃത്യമായിട്ടും മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതൊന്ന് ഓർക്കുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലെന്ന് തോന്നുന്നു. അതായത് ബ്രൈറ്റ് മോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരിക, ഓപ്പോസിറ്റ് ഒരു വണ്ടി കാണുന്ന സമയത്ത് ഡിം ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാനിത് ബ്രൈറ്റ് മോഡിലേക്ക് വന്നു, ഇപ്പോൾ ഡിം ഇട്ട് കൊടുത്തു, കണ്ടോ? അപ്പോൾ ഒന്ന് ഡിമ്മും ബ്രൈറ്റും ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. വീണ്ടും ഞാൻ ബ്രൈറ്റ് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്, ഞാനിത് വീണ്ടും ഡിം ചെയ്ത് കൊടുക്കുന്നു, ബ്രൈറ്റ് ഇടുന്നു, ഡിം ചെയ്ത് കൊടുക്കുന്നു, കണ്ടോ? അപ്പോൾ അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.